ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാത്ത ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല എങ്കിലും ഇത് അത്ര പെട്ടെന്നൊന്നും കേടുവരികയില്ല. ഇതിനായി ഒരു 8 ഉണക്കമുളക് എടുത്ത് നമുക്ക് ഗ്യാസിൽ ചുട്ടെടുക്കാം. ഞെട്ടി മാറ്റാതെ വേണം ചുട്ടെടുക്കാൻ. അല്പം തീയെല്ലാം വരും, ഇത്തിരി ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു സവാള, കുറച്ച് ഉപ്പ്, ഒരു ചെറിയ പുളി, ഗൂസ്ബെറീസിനേക്കാളും കുറച്ചുകൂടി ചെറുത്, ഒരു 8 മുളക് ചുട്ടെടുത്തത്. ആദ്യം നമുക്ക് മുളകും ഉപ്പും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയാണ് ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത്. ഇതിലേക്ക് നമുക്ക് പുളി ഇടാം. പുളി എപ്പോഴും ചെറിയ പീസസായി മുറിച്ച് വേണം ഇടാൻ. ഇത് അരയാനും എളുപ്പമായിരിക്കും. കുരു ഉണ്ടെങ്കിൽ നമുക്കെടുത്ത് മാറ്റുകയും ആവാം. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ സവാള ഷേപ്പൊന്നും നോക്കാതെ മുറിച്ചിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം. നല്ല ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റണം. ഇതിലേക്ക് ഇനി താളിച്ചൊഴിക്കണം. അടുത്ത അടുപ്പിൽ കപ്പ വേവുന്നുണ്ട്. വെള്ളം നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കപ്പയിടും. ഒന്ന് തിളച്ച ശേഷം ആ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് വീണ്ടും തിളച്ച വെള്ളം ആ കപ്പയിലേക്ക് ഒഴിക്കും. ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കും. ഇങ്ങനെയാണ് കപ്പ വേവിക്കുന്നത്. ചമ്മന്തി താളിക്കാനായി ആദ്യം കുറച്ച് എണ്ണയൊഴിക്കുക. അതിലേക്ക് കടുകിടുക. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും മുറിച്ചിടുക. ഇതിനെ നമുക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിക്കാം. വണ്ടി ട്രിപ്പ് പോകുമ്പോൾ ഈ ചമ്മന്തി ധൈര്യമായി കൊണ്ടുപോകാം. കേടുവരില്ല എന്ന് ഉറപ്പുണ്ട്. ഇങ്ങനെ എണ്ണ തിളയ്ക്കുമ്പോൾ ചമ്മന്തിയും വേവുന്നുണ്ടാവും. നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ ചമ്മന്തി റെഡി. ഈ കർക്കിടക മാസത്തിൽ കിട്ടുന്ന കപ്പ പെട്ടെന്ന് വേവുന്നതാണ്. കപ്പയിൽ ഇങ്ങനെ മുറിക്കുമ്പോൾ വൈറ്റ് കളർ കാണുന്നുണ്ടെങ്കിൽ കപ്പ നല്ലതാണെന്നാണ് അർത്ഥം. നമുക്കിനി ഒരു പിടി പിടിക്കാം. ഈ ചമ്മന്തി ദോശയുടെ കൂടെയോ ഇഡലിയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ സ്വീറ്റ് പൊട്ടയുടെ കൂടെയോ എല്ലാം പെർഫെക്റ്റാണ്. ചോറിനൊപ്പവും ഈ ചമ്മന്തി സൂപ്പറാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നമുക്ക് കട്ടനം കൂട്ടി ഒരു പിടി പിടിക്കാം. താങ്ക് യു ഡിയേഴ്സ്.